യെസ്, കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഗവർണർ കൈമാറിയ ശേഷം കന്റോൺമെന്റ് ഹൗസിലേക്ക് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഈ മന്ത്രിമാരുടെ പട്ടിക, അവരുടെ വകുപ്പുകൾ എന്നിവ പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അല്പസമയത്തിനകം തന്നെ ആ ഒരു വാർത്താ സമ്മേളനം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വി.ഡി. സതീശൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു സൂചന അനുസരിച്ച് മന്ത്രിമാരാകുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, ബിന്ദു കൃഷ്ണ, എ.പി. അനിൽകുമാർ, പി.സി. വിഷ്ണുനാഥ്, എം. ലിജു, റോജി എം. ജോൺ, ടി. സിദ്ദിഖ്, ഒ.ജെ. ജനീഷ്, ഐ.സി. ബാലകൃഷ്ണൻ, കെ.എ. തുളസി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് എന്നിവരാണ് ആ ഒരു പട്ടികയിലുള്ളത് എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിന്റെ ആ ഒരു കൃത്യമായ ഒരു പട്ടികയും അവരുടെ വകുപ്പുകളും അല്പസമയത്തിനകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കന്റോൺമെന്റ് ഹൗസിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിന് തന്നെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി വിനീഷ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിനീഷ്, അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമോ? എത്തിച്ചേർന്നിട്ടുണ്ടോ വി.ഡി. സതീശൻ? തീർച്ചയായിട്ടും അല്പസമയത്തിനകം തന്നെ കന്റോൺമെന്റ് ഹൗസിൽ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കുമെന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരുന്നാലും ഗവർണർക്ക് ലോക് ഭവനിലെത്തി ഈ പട്ടിക കൈമാറിയിട്ടുണ്ട്. ആ പട്ടിക അല്പസമയത്തിന് തന്നെ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇതിൽ മന്ത്രിമാരായി എത്തുന്നത്, കോൺഗ്രസിലെ മന്ത്രിമാരായി എത്തുന്നത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, സണ്ണി ജോസഫ്, ടി. സിദ്ദിഖ്, പി.സി. വിഷ്ണുനാഥ്, റോജി എം. ജോൺ, ബിന്ദു കൃഷ്ണ, ഒ.ജെ. ജനീഷ്, എ.പി. അനിൽകുമാർ, കെ.എ. തുളസി തുടങ്ങിയവരാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എത്തുന്നത്. അടുത്ത ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് കുഞ്ഞാലിക്കുട്ടി, ഷംസുദ്ദീൻ, പി.കെ. ബഷീർ, കെ.എം. ഷാജി, അബ്ദുൽ ഗഫൂർ, ഷിബു ബേബി ജോൺ, സി.പി. ജോൺ, CMPയുടെ അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് തുടങ്ങിയവരാണ് നിലവിൽ മറ്റു ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്നെത്തുന്നവർ. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികളുടെ നിലപാടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ നമുക്ക് ഉച്ചയോടുകൂടി ഈ ഒരു മന്ത്രിസഭയുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വലിയ തർക്കം തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ നിലനിന്നിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിൽ ആരെയൊക്കെ പദത്തിലേക്ക് എത്തിക്കണം എന്ന് സംബന്ധിച്ച് എല്ലാവരും മന്ത്രിയാവാൻ തയ്യാറായി ഉടുപ്പിട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെയായിരുന്നു ആദ്യഘട്ടത്തിൽ കാണാൻ സാധിച്ചത്. അത് വളരെ 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 തരത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന വലിയ തരത്തിലുള്ള അതൃപ്തി തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആ അതൃപ്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോൺഗ്രസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്ന സമയത്ത് പോലും ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിനെ പരിഹരിക്കാൻ വരെ ടേം വ്യവസ്ഥ അടക്കമുള്ള സംവിധാനങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ ഒരു തരത്തിലെങ്കിലും പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു താൽക്കാലിക പിടിച്ചുവയ്പ്പെങ്കിലും നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റു ചെറിയ ഘടകകക്ഷികളുടെ അനൂപ് ജേക്കബിനും ഉൾപ്പെടെയുള്ളവരുടെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് അതും ടേം വ്യവസ്ഥയിലേക്ക് എത്തിക്കുന്നു. സി.പി. ജോണിന് പൂർണ്ണമായും 5 വർഷത്തേക്ക് മന്ത്രിപദത്തിൽ നൽകുന്നു. ഇങ്ങനെ നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ പി.ജെ. ജോസഫിനെ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുന്ന സാഹചര്യം. പിന്നീട് പി.ജെ. ജോസഫ് ഉഭയകക്ഷി ചർച്ചയ്ക്ക് തന്നെ രാവിലെ വിളിക്കണമെന്ന് വി.ഡി. സതീശനോട് ആവശ്യപ്പെടുന്നു. 2 മന്ത്രിപദം ആവശ്യപ്പെടുന്നു. അപ്പോഴൊക്കെ മന്ത്രിപദം നൽകാനില്ല, അല്ലെങ്കിൽ അത് ഒരു മന്ത്രിപദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു വി.ഡി. സതീശൻ. പിന്നീട് പി.ജെ. ജോസഫ് പിണങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു. നേരെ ഇടുക്കിയിലേക്ക് തിരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പി.ജെ. ജോസഫ് പോകുമ്പോൾ അവിടെ ഇടപെടുന്നത് സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് ഇടപെട്ടുകൊണ്ട് KPCC അധ്യക്ഷൻ ഇടപെട്ടുകൊണ്ട് ഞാൻ നിൽക്കുന്ന KPCC ആസ്ഥാനത്തേക്ക് പി.ജെ. ജോസഫിനെ വിളിക്കുന്നു. പിന്നീട് ചർച്ച നടന്നു. അങ്ങനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രത്യേകിച്ച് ക്യാബിനറ്റ് റാങ്കോടുകൂടി നൽകാനുള്ള തീരുമാനത്തിലേക്കൊക്കെ കടക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ ഘടകകക്ഷികളെ പിടിച്ചു നിർത്താൻ കോൺഗ്രസ് പെടാപ്പാടുപെടുന്ന കാഴ്ച തന്നെയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാന ഘട്ടം ഒരുവിധം തയ്യാറാക്കിയ റിപ്പോർട്ട്, അല്ലെങ്കിൽ അവസാനം വി.ഡി. സതീശൻ ഗവർണർക്ക് ലോക് ഭവനിൽ
നേരത്തെ കൈമാറിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ റിപ്പോർട്ടിൻ്റെ കൃത്യത അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്, ആ റിപ്പോർട്ടിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്തിനും തന്നെ വി.ഡി. സതീശൻ്റെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വരും, അല്ലെങ്കിൽ അത് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം പുറത്തുവിടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നാളെ രാവിലെയാണ് മന്ത്രിസഭാ യോഗ ചർച്ചകൾ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ ഗവർണർക്ക് നിയമപരമായി നൽകേണ്ട റിപ്പോർട്ട് നിലവിൽ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന രീതിയിൽ വി.ഡി. സതീശൻ കൈമാറിയും കഴിഞ്ഞു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഇനി കോൺഗ്രസിനുള്ളിൽ ഈ ഒരു മന്ത്രിസഭ സംബന്ധിച്ച് മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരുമ്പോൾ മറ്റു പൊട്ടിത്തെറികൾ എങ്ങനെ തൽക്കാലത്തേക്ക് ശമിപ്പിക്കാം എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് വി.ഡി. സതീശനും സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇതുവരെയും ഒരു വാക്കും കഴിഞ്ഞ ഒരു ദിവസമായി അല്ലെങ്കിൽ 2 ദിവസമായി മിണ്ടാത്ത സാഹചര്യമാണ് ഉള്ളത്. കാരണം രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ കഴിയാത്ത ഘട്ടം മുതൽ തന്നെ രമേശ് ചെന്നിത്തല ഒരു നിലപാട് കൃത്യമായി അല്ലെങ്കിൽ വലിയ രീതിയിൽ AICC നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നു, ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പിന്നീട് ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ലഭിക്കേണ്ട ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ വിജിലൻസും രമേശ് ചെന്നിത്തല തട്ടിയെടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്താൻ പറ്റാത്ത തൻ്റെ അമർഷം പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പും വിജിലൻസും കൈക്കലാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല തീർക്കുന്നു. അതിന് പിന്നാലെ രമേശ് ചെന്നിത്തല തന്നെ ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ IC ബാലകൃഷ്ണനും അൻവർ സാവദിനെയും മന്ത്രിമാരാക്കണമെന്ന ഫോർമുല മുന്നോട്ട് വയ്ക്കുമ്പോഴും അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലാണ്. അതിൽ IC ബാലകൃഷ്ണനെ മന്ത്രിപദത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ആ രമേശ് ചെന്നിത്തലയുടെ ഫോർമുല വിജയകരമായി പൂർത്തിയാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള സമ്മർദ്ദത്തിലൂടെ രമേശ് ചെന്നിത്തലയും തൻ്റെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് മന്ത്രിപദത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു മന്ത്രിപദ ത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഒപ്പം ചില യുവാക്കളെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ OJ ജനീഷിന് ഏറ്റവും അവസാനം ആദ്യം ഈ മന്ത്രിസഭാ രൂപീകരണ തയ്യാറാക്കുമ്പോൾ പോലും ആ ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ പോലും OJ ജനീഷിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ പോലും പരാമർശിക്കുന്നില്ല. അതിനുശേഷമാണ് OJ ജനീഷിൻ്റെ പേര് പിന്നീട് ഉണ്ടാവുന്നത്. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏറ്റവും അവസാനം 4 മണിയോട് കൂടിയാണ് ഈ OJ ജനീഷിൻ്റെ പേരിലേക്ക് എത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും അങ്ങനെ യുവാക്കൾക്കുള്ള ഒരു പരിഗണനയും കൂടി ഈ വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ നൽകിയിരിക്കുന്നു. അതേസമയം തന്നെ ലീഗിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്ന വി.ഡി. സതീശനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലത്തീൻ സഭ വലിയ രീതിയിൽ അമർഷം പ്രകടിപ്പിച്ച് ഇപ്പോൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ലത്തീൻ സഭയുടെ നിലപാട് ഇത്തരത്തിലാണ്. വിൻസെന്റിന് ഫിഷറീസ് വകുപ്പ് നൽകണം എന്ന നിലപാട് ലത്തീൻ സഭ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചെങ്കിൽ പോലും അത് പരിഗണിച്ചില്ല. ലീഗിനാണ് പ്രത്യേകിച്ച് ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇതിലൊക്കെയുള്ള അമർഷം ലത്തീൻ സഭയും നാളെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് എത്തില്ല എന്ന നിലപാട് അറിയിച്ച് പരസ്യമായി തന്നെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലൂടെ കടക്കുന്നു. ലീഗ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ പൂർണ്ണമായും പിടിമുറുക്കുന്നു. പ്രത്യേകിച്ച് ലീഗ് എന്താണോ ആവശ്യപ്പെട്ടത് അത് ലീഗിന് നൽകുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗിന് ഫിഷറീസ് വകുപ്പ് കൊടുത്തതിൽ ക്രൈസ്തവ സഭകൾക്ക് പ്രത്യേകിച്ച് ലത്തീൻ സഭയ്ക്ക് വലിയ അമർഷം തന്നെയാണുള്ളത്. കാരണം കോവളത്തിൽ നിന്ന് വിജയിച്ച വിൽസെന്റിനെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ ലത്തീൻ സഭ വച്ചെങ്കിലും അതിനെ അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്ത സാഹചര്യം. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭ നാളത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് കോൺഗ്രസിനെ തേടി നിൽക്കുന്നത്. ഒപ്പം തന്നെ വി.ഡി. സതീശൻ ഇനി മുഖ്യമന്ത്രി കസേരയിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് ഇരിക്കുന്ന ഘട്ടം മുതൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നത് വി.ഡി. സതീശന് നേരിടേണ്ടി വരുന്നത് വലിയ പ്രതിസന്ധികളാണ്. കാരണം വി.ഡി. സതീശന് മുന്നിലെത്തുന്ന നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ അടക്കമുള്ളവർ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ്. ആ കോൺഗ്രസ് നേതാക്കളെ എങ്ങനെയായിരിക്കും ക്യാബിനറ്റിൽ രമേശ് ചെന്നിത്തല പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാകും ഭാവിയിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ഗവർണർക്ക് മുന്നിൽ തൽക്കാലത്തേക്കും ഒരു പട്ടിക അല്ലെങ്കിൽ ആരാണെന്ന് തീരുമാനപ്പെടുത്തിക്കൊണ്ടുള്ള പട്ടിക കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വി.ഡി. സതീശൻ എത്തിച്ചിരിക്കുകയാണ്. ലോക് ഭവനിൽ എത്തിച്ചതിന് ശേഷം നേതാക്കൾ മടങ്ങുകയും ചെയ്തു. നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ പട്ടികയുടെ പ്രഖ്യാപനം ഉണ്ടാകും. ഈ പട്ടികയുടെ പ്രഖ്യാപനം തന്നെ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈകുന്നതിന് ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് എങ്ങനെ കോൺഗ്രസ്
കോൺഗ്രസ് നേതാക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു എന്നതാണ്. ആ കോൺഗ്രസ് നേതാക്കളെ തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നൽകിയതിനു ശേഷം മാത്രമേ ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഘടകകക്ഷികളുടെ നിലപാടുകൾ, ആ ഘടകകക്ഷികളുടെ നിലപാട് എത്രത്തോളം അംഗീകരിച്ചു എന്ന് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വലിയ കരടായി ലത്തീൻ സഭയുടെ ഒരു എതിർപ്പ് കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പായി തന്നെ ലത്തീൻ സഭയുടെ എതിർപ്പ് കോൺഗ്രസിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് വിൻസെന്റിനെ ഫിഷറീസ് വകുപ്പിലേക്ക് നൽകണം, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാക്കണമെന്ന നിർദ്ദേശം അത് അപ്പാടെ കോൺഗ്രസ് അംഗീകരിക്കാതെ നിരസിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ലീഗ് ആവശ്യപ്പെട്ട അതേ മന്ത്രിസ്ഥാനം, ഫിഷറീസ് വകുപ്പിലെ മന്ത്രിസ്ഥാനം നൽകുന്ന സാഹചര്യത്തിലൊക്കെ കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ലീഗ് പൂർണ്ണമായും തന്നെ ഈ മന്ത്രിസഭയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി വരും മണിക്കൂറുകളിൽ ആണ് ഏറ്റവും വലിയ പൊട്ടിത്തെറികൾ കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഘടകകക്ഷികളും ഏതൊക്കെ തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു.